ഹായ് ഹലോ, പ്രിൻസാണ് ചാലക്കുടി. ഞാനിപ്പോഴേ ഇന്ന് വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലിലും എല്ലാത്തിലും നമ്മുടെ വാൽപ്പാറ അപകടത്തെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ പറയുന്നുണ്ട്. കാരണം വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവർ 16-ാം വളവ് കഴിഞ്ഞപ്പോൾ അവർ നിർത്തി ചായ കുടിച്ച്, പിന്നെ സ്കൂളിൽ നിന്ന് വന്ന വിനോദത്തിൽ വന്ന സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ മാറി ഓടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരമാവധി ഹൈ റേഞ്ചുകളൊക്കെ ഓടുമ്പോൾ ഈ ഓൾറെഡി 16 വളവുകൾ ഈ വണ്ടി ബ്രേക്ക് ചോട്ടാതെ ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും ഗിയറിൽ ഇറങ്ങണവരുണ്ടാവും. അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഹീറ്റാകുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡാമേജ് ഉണ്ടാവും. ഇപ്പോൾ ഇൻ കേസിൽ ഒരു ചായ കുടിക്കാൻ ടൈം ആയാലും ചിലപ്പോൾ കൂളിങ് തിരിച്ചാവാനുള്ള ടൈമായി ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഡ്രൈവർ മാറി ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വന്ന ഡ്രൈവർക്ക് അറിയാൻ എന്തോരം ബ്രേക്ക് കുറഞ്ഞു എന്നുള്ളൊരു ഇത്. കാരണം 16-ാമത്തെ വളർന്ന് 15, 14, 13-ലാണ് ഇവർ മറിഞ്ഞത്. അപ്പോൾ ആ വളവത്തിനും കൂടി നല്ലൊരു ടേണിംഗ് ഉള്ള വളവാണ് ഈ 13-ാം വളവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നു, ഈ ഡ്രൈവർ മാറിയപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് ഇത്തരം ബ്രേക്ക് താന്നുണ്ടെന്ന് ഫസ്റ്റ് ഓടിച്ച ഡ്രൈവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ നമ്മളുടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഡ്രൈവർ ഞാനും പറയണത്, പരമാവധി ഹൈ റേഞ്ചിലെത്തുമ്പോൾ വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ കൂളിംഗ് സിസ്റ്റം ഒരുപാട് മാറിയാൽ മാത്രമാണ് മാറി ഓടിച്ചാൽ മതി. അല്ലെങ്കിൽ മാറുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമ്മുടെ ബ്രേക്ക് സിസ്റ്റം ഫെയിലിയർ വന്നാൽ അറിയാൻ പറ്റില്ല, എന്തോരം ബ്രേക്ക് ഉണ്ടെന്ന് മനസ്സിലാവാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.